അതെ, കുറച്ചു കാലമായിട്ട് എന്റെ കടയിൽ ഒരാൾക്കാരും കയറുന്നില്ലായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച മന്ത്രി ഇവിടെ മന്ത്രി വന്നിട്ടുണ്ടല്ലോ, എന്റെ കടയിൽ നിന്ന് കപ്പയും മീൻകറി കഴിച്ചു. അതിനുശേഷം ഈ കട അങ്ങ് ഭയങ്കര ഫേമസ് ആയി. നമ്മളിവിടുത്തെ മെമ്പർ ഉണ്ടല്ലോ, അവൻ ആ മന്ത്രി ഇവിടെ കൊണ്ടുവന്നത്. എന്തോ പറയാനെന്ന് പറയാം. അതുകൊണ്ട് പത്രക്കാർ വന്ന്, ടി വിക്കാർ വന്ന്, ഇന്ന് വേണ്ട, ഞാനിപ്പോൾ മൊത്തം വൈറലായിട്ട് നിൽക്കുക. അതിന് സന്തോഷമില്ല. കുറച്ച് പണിയുണ്ട്, ചേട്ടാ ധൃതിയില്ല കേട്ടോ. അയ്യോ ഒരു മുതുകാലൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ട് മുടിഞ്ഞ ശല്യമാണ്. ഇവിടെ വന്നില്ല, പശയില്ലേ, പശ ഒട്ടുന്ന പോലെ വന്ന് ഒട്ടിരിക്കും. ചട്ടുകത്തിന് കുത്തില്ല, ഇളകിപ്പോത്തില്ല. എന്തോ ശല്യമാണെന്നറിയാമോ? അങ്ങനോട് പറഞ്ഞു കൊടുക്കല്ലേ ഞാനിവിടെ ഉണ്ടെന്ന്. ഞാനൊന്ന് മാറി നിൽക്കുവാണേ കേട്ടോ. ഈ കടയും തുറന്ന് മലത്തിയിട്ടിട്ട് ഇവളിത് എവിടെ പോയേക്കുവാ? വസുമതി ഋതുമതി ഇനി ഉണരൂ, ഇവിടെ വരൂ, ഹിന്ദു പുഷ്പഹാരമണിയോ. ഏറി പോകാൻ ഇത് മെട്രോ ട്രെയിനൊന്നും അല്ലല്ലോ, നിന്റെ പുഴുങ്ങിയ കടയല്ലേ. എന്റെ കടയെന്ന് പറഞ്ഞേക്കല്ല്. എന്റെ കട ഇപ്പൊ മന്ത്രി വന്നിട്ട് ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന കടയാ. അല്ല, ഞാനും അത് ആലോചിക്കുക, ഈ മന്ത്രി ഇവിടെ വന്ന് കേറിയിട്ട് എന്തുവാ കഴിച്ചത്? കപ്പയും മീൻകറി. ഞാനും ഇവിടുന്ന് കപ്പയും മീൻകറിയൊക്കെ സ്ഥിരം കഴിക്കുന്നതാ. ചിലതിന് ഉപ്പില്ല, ചിലതിന് പുളിയില്ല, ചിലതാണ് വേവത്ത പോലും ഇല്ല. ഇവിടെ കടയിൽ നിന്ന് ഞാൻ വെന്തിറച്ചി കഴിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 ഡിസംബർ 14 ആയിരുന്നു. അതൊന്നും ഇത്ര അങ്ങ് ഓർത്തിരിക്കാൻ. എന്നാ നിന്റെ കട കത്തിയത്. അന്ന് ഇവിടെ ഇരുന്ന എല്ലാ ഇറച്ചിയും വെന്ത്. കടയുടെ വായിരിക്കുന്ന കേക്കല്ലേ? വായിലിന്റെ കേക്ക് വെച്ചേക്കുന്നത് എടുത്ത് അലമാരിലോട്ട് വെക്ക്, ആളുകൾ കാണട്ടെ, കടയിൽ ആള് കയറട്ടെ. അയ്യോ, എവിടെ ഇത്ര നാളും കണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് രാജ്യങ്ങളിലൊക്കെ കറങ്ങി അടിച്ചിട്ട് വന്ന് നിൽക്കുക. മക്കടുത്ത് പോയിരിക്കുവായിരുന്നു. പിള്ളേരുടെ അടുത്ത്. അതിന്റെ അറിയാനുണ്ട് കേട്ടോ. എന്താ കാലേതാണ്ട് സോക്സ് ഒക്കെ മാറിയിട്ടുണ്ട് വന്നിരിക്കുന്നു. യോ, ഇത് മാറിയിട്ടേക്കുമല്ല. പിന്നെ ഇത് കേരളത്തിൽ നോക്കുമ്പോഴേ ഇത് മാറിക്കിടക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഇതാ ഫാഷൻ. ഇത് ഫാഷനൊന്നും അല്ല, ഇത് ജോഡി മാറി കിടക്കുവേ. അല്ലെന്ന് എന്റെ ദൈവമേ, ഇത് മാറുവാണെങ്കിൽ ഇതും മാറിപ്പോവണ്ടേ? ഇപ്പൊ ശരിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവിടെ അതല്ല, നിന്റെ ഭർത്താവ് ചന്ദ്രൻ ഇപ്പൊ എന്തോ പറയുന്നു. എന്താ പറയുന്നത്? എല്ലാരും പറയുന്ന പോലെ വാ കൊണ്ട് പറയും. അതല്ലേ വെച്ചാ പറഞ്ഞത്. അവൻ ഈ അടുത്തങ്ങനെ നീ ജയിലിൽ പോയി കണ്ടായിരുന്നോ? എന്റെ അച്ചായ, ഞാൻ പോയി കണ്ട്. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു വെച്ചേക്കുവാ. അവൻ കാണിച്ച ഓരോ തോന്നിവാസത്തിന് അവൻ ജയിലിൽ പോയി കിടക്കുന്നത്. അവൻ എന്നോട് എന്തോ കാണിച്ചെന്നറിയാമോ? എന്നോട് എന്തോ കാണിച്ചു? വെടിക്കെട്ടുകാരനായിരുന്നു ഇവിടെ ഭർത്താവ് ചന്ദ്രൻ. അപ്പൊ റേഞ്ചർ സാഹിബ് അതല്ലെന്ന് പറഞ്ഞത്. ഇവൻ വെടിക്കെട്ട് നടത്തുന്നവനല്ലായിരുന്നോ? ഇവൻ ഒരു പണിക്കും വേലക്കും പോവാതെ പെരക്കാത്ത് കോണഞ്ഞു കുത്തി ഇരിക്കുന്ന ഒരുത്തനായിരുന്നു. ഞാൻ അങ്ങനെ അവന് സഹായം ചെയ്ത് എന്താണെന്നറിയാവോ? എന്റെ പള്ളിപ്പെരുന്നാളിന് അവന്റെ വെടിക്കെട്ട് ഞാൻ സ്പോൺസർ ചെയ്തു. എന്നിട്ട് ഇവൻ എന്താ കാണിച്ചെന്നറിയാവോ? വെടിക്കെട്ട് നടത്തി കാണും. അല്ല, പിന്നെ ഇവൻ 2-3 ചാക്ക് കരിമരുന്നും കമ്പിത്തിരിയും കപ്പയും കക്കയിറച്ചിയും കള്ളും കൂടി ചാടിച്ച് കയറി വാ. മാറിപ്പോയി. ഇവൻ 5-10 ചാക്കിനകത്ത് കരിമരുന്ന് വരുവാ. പെരുന്നാളല്ലേ, ഞാൻ കുറച്ച് പോത്തിറച്ചിയൊക്കെ മേടിച്ചു വലിയ ഗവേൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഈ മുടിഞ്ഞവൻ എന്താ ചെയ്യുമെന്നറിയാമോ? ഈ കരിമരുന്ന് ചാക്കിന്റെ പുറത്തിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. എന്നെ കണ്ടതും ബഹുമാനമാണെന്നും പറഞ്ഞ് ആ സിഗരറ്റ് കുറ്റി കരിമരുന്ന് ചാക്ക കുത്തിക്കെടുത്തി. ശക്തിമാൻ കറങ്ങി പോകുന്ന പോലെ ഒറ്റ പോക്കായിരുന്നവൻ. പോകുന്നതിന്റെ ഇടക്ക് എന്നൊന്ന് ചിരിച്ചു കാണിച്ചു. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അച്ഛനെങ്ങനെ പിന്നെ പോയത്? ആ ഒരു എലിവാണത്തിൽ കയറി വീട്ടിൽ പോയി. അതൊക്കെ പോട്ടെ, നിന്റെ അമ്മക്ക് സുഖമാണോ കൊച്ചേ? അയ്യോ, അമ്മ സുഖമായിട്ടിരിക്കുന്ന അച്ചായ. പിന്നെ കാലിനൊക്കെ ഇച്ചിരി നീരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ തണുപ്പിന്റെ ആണെന്ന് കൈക്ക് ഭയങ്കര പെരുപ്പ്. പിന്നെ ആസ്മയുടെ ഒക്കെ കുഴപ്പമുണ്ട്. പിന്നെ ഈയിടെയായിട്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടാണ് അമ്മ സുഖമായിട്ടിരിക്കുന്നത്. അച്ഛനോട് സംസാരിക്കാൻ സമയമില്ലായിരിക്കും, ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങ് ചെയ്യട്ടതാ. നീ എന്തോ കാണിക്കോടി? ഞാൻ ഇച്ചിരി കപ്പ കഴിവ് വെച്ചേ. ആ ചരിവം അങ്ങോട്ട് മാറ്റി വെക്ക്. എന്തോ ചരിവം മാറ്റി വെച്ചാൽ അവിടെ വെള്ളം വീഴത്തില്ല, അവിടെ അഴുക്കാകത്തില്ലെന്ന്. എന്റെ കട എനിക്കറിയാം കേട്ടോ, അവിടെ അഴുക്കായിരിക്കുന്നത്. വളച്ചിലെടുക്കില്ല കേട്ടോ. നിങ്ങൾക്ക് പറയുന്നൊന്നും പിടിക്കത്തില്ല, അതാ പ്രശ്നം. ചെയ്യാനാന്ന് പറഞ്ഞു. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 9001 56 8000 8001 20.
ഞാൻ പറഞ്ഞ സാധനം എന്റെ പൊന്നു കുഞ്ഞെ നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. എല്ലാരും ഇതുപോലെ എന്തുവാ കാരണം ഞാനിവിടെ മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ചില്ലയോ? പിന്നെ. അതുകൊണ്ട് എല്ലാവർക്കും എന്തിനാ വേണ്ടിയത്? നീ വന്നോണ്ട് ഞാനിപ്പോ ഭയങ്കര വൈറലായിട്ട് നിൽക്കുവോ. വന്നല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇപ്പഴാ സുനിയുടെ വില ഓരോരുത്തർക്ക് കൊണ്ട് മനസ്സിലായോ? ഞാനിവിടെ ഇപ്പൊ എന്നെ എന്താണ് നീ മൈൻഡ് ചെയ്യാതെ പോയത്? അപ്പച്ചായിക്ക് അറിയാമല്ലോ, ഞാൻ എല്ലാവരും ഓടി എത്തണ്ടായ അപ്പച്ചാ. നീ ഇപ്പൊ എന്തോ അവൾക്ക് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് കൊടുത്തത്? പൊതിഞ്ഞ് കെട്ടിക്കെടുത്ത വേറൊന്നും അല്ല, 2 താറാം മുട്ടയാ. നിന്റെ താറാവ് മുട്ടയൊക്കെ ഇടുവോടാ? എന്റെ താറാവ് മുട്ട ഇടാതെ എങ്ങനെ കയറി തേങ്ങ ഇടാൻ പറ്റുമോ? ഓ മപ്പാസ് അടിക്കണം. എന്തുവാ കാണാനെയാണോ? അല്ലല്ല, നീ ഇപ്പൊ അടിച്ച കൗണ്ടറിനെ ഒന്നും അടിച്ചോണ്ട് കാര്യമില്ല. മറ്റേ ആ ബെന്നി എന്ത് ചേച്ചാ? അവൻ തട്ടേല തട്ടേ കയറിയിരിക്കുന്ന താഴെ ഇറങ്ങിയിരിക്കാൻ സ്ഥലമില്ല. എടാ, അടൂരിനടുത്ത് തട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അടുത്ത് അവനൊരു സ്കൂളിലെ വാദ്യാരാ. വാദ്യാരാ പ്രതി ആരാന്ന് അവിടെ പോയി തിരക്കി, അങ്ങനെ കോടതിയിൽ പോയി തിരക്കണ്ടായോ? എടാ, വാദ്യാരെന്ന് പറഞ്ഞ എങ്ങനെ അറിയാനാ? സ്കൂളിൽ പോയാലല്ലേ വാദ്യാരെ സ്കൂള് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നീ ആ ശരിക്കും ഈ പഞ്ചായത്തിലെ മെമ്പർ ആകാൻ യോഗ്യ. അതുകൊണ്ടല്ലേ എന്നെ ഇവര് ഇത്രയും നാൾ മാറ്റാതെ വെച്ചേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. നീ കണ്ടായിരുന്നു ഇവന്റെ പ്രകടനം? അയ്യോ, ഞാൻ കണ്ടായിരുന്നു. കൊച്ചനെ എന്തുവായിരുന്നു ടി വിക്കകത്തി കിടന്ന് പോലീസുകാരുടെ കിടന്ന് അങ്ങ് വിറകുമായിരുന്നല്ലോ നീ. അതെന്തുവാന്നറിയാമോ? ഞാൻ ഈ പുതുപ്പറമ്പിലൊക്കെ പോകുന്നോണ്ടേ, പുതുപ്പറമ്പിലെ രമേശന്റെ ഇളയ അനിയന്റെ ചേച്ചിയുടെ മോടെ ഈ എവിടെ കയറി പോവാ? നീ ഞാൻ മറന്നു പോകുന്നത് പിടിച്ചെടുക്കട്ടെ. മറ്റേ നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ ഇല്ലയോ വെച്ചാ? എടാ, പൊതുപ്രവർത്തനം അത് തന്നെ, അതെനിക്ക് കിട്ടുന്നില്ല. അതുപോലും അറിയാതെ മെമ്പർ ആയേക്കുവാ. നിനക്ക് ഇത് തന്നെ വേണം. ഞാൻ എന്തോ ചെയ്യുന്നത്? നീ അല്ലേ ഇവൻ നോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത്? അച്ചാൻ കൊടുത്തില്ലായിരുന്നു. ഞാൻ ഇവൻ ജയിക്കുമെന്ന് പറഞ്ഞ് നോട്ടൊക്കെ ഇട്ടാ കുത്തിയത്. ഊട്ടക്കകത്ത് വിരലും പോയി. നീ എന്തിനാ ഇന്നലെ ഫോൺ എടുക്കാഞ്ഞ്? വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്റെ താമസം മാറ്റമായിരുന്നു. താമസം മാറ്റത്തിന് പോട്ടെ, അവിടെ കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് കൈവക്കി കാണിച്ചല്ലോ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ച് അങ്ങ് അച്ചാറായി പോയി. ഞാൻ പിന്നെ ഒരു വലിയ ഭരണിക്കകത്ത് കയറി ഇരിക്കാൻ വയ്യായിരുന്നു. അടിച്ചപ്പോ അച്ചാറായെന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ബോണ്ടാ പോലെ ഇരിക്കുവോ കൊച്ചേ? അതല്ലെന്ന് അടിച്ചങ്ങ് അച്ചാറാവുന്നു. ആണോ? എല്ലാരും അടിച്ച അച്ചാറാ. പിന്നെ എടാ, നീ ഇങ്ങനെ വെള്ളം ഒന്നും അടിച്ച് ഇങ്ങനെ നടക്കരുത് കേട്ടോ. നിനക്ക് എത്ര പിള്ളേരാ? എനിക്ക് 2 മക്കളാ. അയ്യോ, എന്നാ ആശുപത്രി കൊണ്ട് കാണിക്ക്. എന്താ? നിനക്ക് 2 പൊക്കളുണ്ടെന്ന് പറഞ്ഞു. 2 മക്കളാന്നാ പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കാര്യമാ പറഞ്ഞത്. പറയുന്നേ കേട്ടോ, കളിയാക്കോ എന്തോ പറഞ്ഞാലും. അവൻ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? അവൻ ഒരുപാട് പ്രവർത്തനം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്. ഇവൻ എന്തോ ചെയ്തെന്നാ ഈ പറയുന്നത്? ഇവൻ എന്ത് പ്രവർത്തനം ഈ നാടിന് വേണ്ടി ചെയ്ത്? അത് പറ. എന്റെ അച്ചായ ഒരു 10-35 വീടുണ്ട് ആ മേളില്. അവിടെ ഒരു ചെറിയ ഞുണുക്ക് വഴിയായിരുന്നു. ഇവൻ അവിടെ റോഡ് വെട്ടിക്കൊടുത്തത്. റോഡ് വെട്ടിയത് ഇവനാ? കാശ് ചെലവായതാർക്കാ? കാശ് ചെലവായ പഞ്ചായത്തിന് അല്ലാതെ ആർക്കാ? എനിക്കാ കാശ് ചെലവായ. നീ വെട്ടിയ റോഡിന്റെ കുഴി ചെന്ന് ഞാൻ വീണ് എന്റെ മൂക്കിന്റെ പാലവും പോയി ചിരട്ടയും പോയി. ആശുപത്രി കിടന്നിട്ട് കാശ് ചെലവാക്കിയത് ഞാനാ. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് കാലും കൈ ഓടിച്ചിട്ട് പൈസ ചെലവായത് ഞങ്ങളാണ് കുറ്റക്കാരൻ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, പ്രായമായി കഴിഞ്ഞാൽ അവനവന്റെ ആരോഗ്യം നോക്കി വീട്ടിൽ ഇരിക്കണം. അയ്യോ, ഞാൻ എന്റെ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവും. ഇന്നലെ ഞാൻ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയതാ. അവിടെയാണ് ഈ പെമ്പിള്ളാരുണ്ട്. ഇവരാണ് കുത്തിയിട്ട് ബ്ലഡ് എടുക്കും. എന്നാ പെമ്പിള്ളാരല്ലേ, കൊതുകായിരിക്കും. അല്ലെന്ന്, ഇവര് ഞരമ്പേലിട്ട് കുത്തൂടാ. ഈ ഞരമ്പ് കിട്ടാതായപ്പോ വേറൊരു കൊച്ചു അവിടെ കൊണ്ട് പറയുക, ഞരമ്പ് കിട്ടത്തില്ല, ആ ഞരമ്പായി ഇരിക്കുന്നു. അത് ശരിയാ, അത് കറക്റ്റാ പിള്ളേർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ പോവാത്ത. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ടാ ടെസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ? അങ്ങനെ ബ്ലഡ് കുത്തും, നക്കി നോക്കും. മധുരമുണ്ട്, പഞ്ചാരയുണ്ട്, ഉപ്പുണ്ട്, പ്രഷറുണ്ട്, അടി മേടിക്കും. ഇപ്പൊ എന്റെ ബ്ലഡിൽ പോലും പഞ്ചാര ഇല്ല. അച്ചാന്റെ ബ്ലഡിനകത്തല്ല പഞ്ചാര, അച്ചാന്റെ നോട്ടത്തിലാ മുടിഞ്ഞ പഞ്ചാര. നിങ്ങളിങ്ങനെ പഞ്ചാരയും തേയിലയും ഒക്കെ വെച്ച് കളിച്ചോ. ഇവിടെ പുലി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഈ പുലിയെ പിടിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സമാധാനം പറയണം. പുലിയെ പിടിക്കുന്ന കാര്യം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. നല്ല കാര്യം ഒന്നും ചെയ്താൽ നിങ്ങൾ അറിയത്തില്ല. പുലിയൊക്കെ ഞാൻ പിടിച്ചോ? പിന്നെ എപ്പോ? കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ 11:30 എനിക്കൊരു കോള് വന്നു. പുലിയാണോ വിളിച്ചത്? പുലിയല്ലെന്ന് നാട്ടുകാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മെമ്പറെ ഓടി പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുലി എന്നെ നോക്കി നിൽക്കുക. മെമ്പർ അല്ലേ, മെമ്പറെ കാണാൻ വേണ്ടി പുലി നിൽക്കുക. എന്നിട്ട് ഞാനത് പുലി എന്റെ നേരെ ചാടി ഒരൊറ്റ വരവായി. വേറെ ഏതവനാന്നേലും ഉണ്ടല്ലോ തിരിഞ്ഞോടിപ്പോയി. നീ ബോധം കെട്ട് വീണു? ഞാൻ ബോധം കെട്ട് വീണില്ല. പുലിയുടെ കൊമ്പിലെല്ലാം കൂടെ പിടിച്ചിട്ട് കറക്കി പിടിച്ചൊരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ഏറ് കൊണ്ട് അവിടെ ചെന്ന് വീണത് എന്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് അപ്പോഴേ ബോധം പോയി. അല്ല, ഈ പുലി വന്നതും നീ പിടിച്ചതും ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഈ കൊമ്പുള്ള പുലിയെ ഇതുവരെ കേരളത്തിൽ എങ്ങും കണ്ടു കിട്ടിയിട്ടില്ല. നീ നാളെ എന്റെ പാറക്കോറി വരണം. അവിടെ പുലി ഇറങ്ങി. അല്ല, അവിടെ എനിക്ക് ഈ പാറ പൊട്ടിക്കാൻ വേണ്ടി കരിമരുന്ന് കിട്ടുന്നില്ല. നീ ചുമ്മാ ഒന്ന് വന്ന് അവിടെ നിന്നാ മതി. 4 വശത്തുനിന്നും പൊട്ടും പാറ. ആ മാതിരി വെടിയാ വെച്ചോ. എന്തോ കളിയാക്കാൻ? ഇവനൊന്നും ചെയ്യത്തില്ല. ഇവൻ വെറും ഒരു കിഴങ്ങനാ കൊച്ചേ. ഒന്നുമല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് എല്ലാം സത്യം. ഫോൺ അടിക്കുന്നു നോക്കട്ടെ. അവൻ മന്ത്രി, മന്ത്രിയുടെ പിയ കണ്ടോ? ഹലോ പിയ സാറേ, ആണോ? എപ്പോ? അയ്യോ, അങ്ങനെ സംഭവിച്ചോ? അച്ചായോ ആകെ പ്രശ്നമായി, മൊത്തത്തിൽ പ്രശ്നമായി. ചേച്ചി അകത്തു പോകും, ഞാനും അകത്തു പോകും, അച്ഛനും അകത്തു പോകും. സംഭവം എന്തോന്നറിയോ? മന്ത്രി ഇവിടെ വന്ന് ഫുഡ് കഴിച്ചില്ലേ, അങ്ങാർക്ക് ഫുഡ് പോയ്സൺ കിട്ടിയെന്ന്. അത് കൊള്ളാം. ഞാൻ എത്ര ദിവസം കൊണ്ട് ഇവിടെ വന്ന് കയറുന്നടി. നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് വെച്ച് തരാൻ തോന്നിയോ? എന്തോന്ന്? പുട്ടുകൊണ്ട് പായസം. പുട്ടുകൊണ്ട് പായസം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ചേച്ചിക്ക് മനസ്സിലായോ? ഇല്ലടാ. ഭക്ഷ്യവിഷബാധ അടിച്ചെന്ന്. അയ്യോ എന്റെ ദൈവമേ, എന്തേലും ഒന്ന്
ചെയ്യച്ചായ അച്ഛാ എന്തേലും ഒന്ന് ചെയ്യച്ചായ അച്ഛാ എന്തേലും ഒന്ന് ചെയ്യച്ചായ ഇവൻ നിൽക്കുമ്പോ ഞാൻ എന്തോ ചെയ്യാനാ അവൻ പഞ്ചായത്ത് മെമ്പർ അല്ലേ അവനല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഞാൻ എന്തോ ചെയ്യാനാ എടീ. നിനക്ക് മന്ത്രിമാരൊക്കെ പരിചയമുണ്ടല്ലോ നീ ഒന്ന് മന്ത്രി ഒന്ന് വിളിച്ച് പറയടാ എനിക്കൊരു മന്ത്രിയെ പരിചയമുണ്ട്. എന്നാ വിളിക്ക് ആ പുള്ളിക്കാരനെ ഇപ്പൊ ആശുപത്രി കിടക്കും. ഇനിയിപ്പോ എന്തോ ചെയ്യണോ അച്ചായ എന്താ അച്ചായ നീ വിഷമിക്കൊന്നും വേണ്ട ആ ഫോണിൽ ഞാൻ ഞാൻ വിളിച്ചു തരാം. ഞാൻ വിളിക്കാം ഞാൻ ഒരു വക്കീലിനെ വിളിച്ചു ചോദിക്കാം പേടിക്കണ്ട ഇങ്ങനെയുള്ള അപകടഘട്ടത്തിലെങ്കിലേ ഇടപെടാൻ പറ്റുള്ളൂ അച്ഛനുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ പ്രശ്നം ഹലോ ഞാനാ കുഞ്ഞപ്പിച്ചാൻ തന്നെ നമ്മുടെ മന്ത്രിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ 2 പ്രതികൾ ഇവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ കൈയോടെ കൊണ്ടുപോവാ എടി ഞാൻ ഇവിടെ വന്നപ്പോ നിനക്ക് എന്തോ അഹങ്കാരമായിരുന്നു നീ മന്ത്രി വന്ന് തലക്കറയും കപ്പിയും കഴിച്ച് നീ അങ്ങ് വൈറലായി നീ ഒരു കാര്യം ഓർത്തോ എത്ര വൈറലായാലും ചെറിയൊരു കാര്യം മതി തറയിൽ വരാൻ ഓടി വാ സുമതി